ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത് നോയമ്പാണ്. ഞാൻ ഡ്യൂട്ടിയിലിറങ്ങി. ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന നേരത്ത് ഞാൻ ഫർദയൊന്നും ഇടാൻ പറ്റത്തില്ല. ഡ്യൂട്ടി കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് തിരിയുമ്പോൾ മരുന്ന് തോർത്തൊക്കെ ഇട്ടാണ് ഇടുന്നത്. നോമ്പിന്ന് 15 അൽഹംദുലില്ലാ. ഇനി 15 നോമ്പിടുണ്ട്. ഈ 15 നോമ്പും എനിക്ക് വേദനയാണ്. കാരണം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്തു. ഞാൻ പറഞ്ഞ കേൾക്കാതെ എനിക്ക് ഒരു മോളുണ്ട്, എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചു. പിന്നെ ഒരു മകനുണ്ട്, അവൻ്റെ കൈ നഷ്ടപ്പെട്ടു പോയ മകനാണ്. അവനിക്കൊരു വീട് വെച്ച് കൊടുത്ത് ഉള്ള പുരയിടത്തിൽ കുറച്ചെടുത്ത് അവനിക്കും ബാക്കി കൂടുതലും മൂക്കും കൊടുത്തു. പക്ഷേ മോള് ഏറ്റവും കൂടുതൽ സ്നേഹമില്ലാത്തതും കൃത്രിമമുള്ളതും എൻ്റെ മോളാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് എൻ്റെ അത്തായും അമ്മായും സഹോദരങ്ങളും മരണപ്പെട്ടു പോയി. നിൻ്റെ കയ്യിൽ അവസാനം എന്തെങ്കിലും വേണമെന്ന് എൻ്റെ സഹോദരങ്ങളെല്ലാവരും പറഞ്ഞു. പക്ഷേ എൻ്റെ കയ്യിലുള്ളതും കടവും ചിട്ടിയും എൻ്റെക്ക് ജോലിയിലുള്ള PF എല്ലാം എടുത്ത് എൻ്റെ മകനൊരു വീട് വെച്ച് കൊടുത്തു. ഒപ്പം അവൾക്കും വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. വീട് വെക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു, ആ പുരയിടത്തിലൊരു ബാത്റൂമുണ്ട് മക്കളെ, ഇനി നിങ്ങൾ പെട്ടെന്നൊരു ബാത്റൂം ഉണ്ടാക്കി. ഞാൻ വാർത്തിട്ടിട്ടുണ്ടല്ലോ ബാത്റൂം, ഒരു കുഴിയെടുത്താൽ മതി. അവർ കുഴിയെടുത്ത് തന്നു. ഞാൻ 9000 രൂപയിലാക്കി തൊടിയും അടപ്പും ഇട്ട് കൊടുത്ത്. പിന്നെ 7000 രൂപയിലാക്കി പൈപ്പും ഇട്ട് കൊടുത്ത്. അതിനകത്ത് നിങ്ങൾ മറ്റേ ടോയ്ലറ്റ് കുഴിയിലേക്കല്ല പോണത്, പുറത്തേക്കാണ് ഒരു മലമൂത്രം പോകണം. ആ വീട്ടിൻ്റെ പുതിയ വീട് വെച്ചതിൻ്റെ വീട് വെച്ചിട്ടിപ്പോൾ 6 മാസം കഴിഞ്ഞു. ഈ വയ്ക്കുന്നതിന് മുമ്പ് പറഞ്ഞത് ഇവർക്ക് എല്ലാം ചെയ്ത് കൊടുത്തിട്ടും ഇവരതിലേ പോകത്തുള്ളൂ. ഒരിക്കൽ നോമ്പിന് ഞാനവിടെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ 29-ാം തീയതി ഞാനവിടെ ഉറങ്ങാൻ ചെന്ന് അപ്പോൾ എൻ്റെ റൂം ടൈലിട്ട് വെള്ളം ഒഴിച്ചേക്കുന്നതുകൊണ്ട് പുതിയ വീട്ടിൽ കട്ടിലെടുത്ത് വെച്ചിട്ട് അവിടെയാണ് ഇച്ചിരി ഒന്ന് തല വയ്ക്കാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും കിടക്കാൻ പറ്റത്തില്ല. കട്ടിൽ വേണം, മെത്ത വേണം, കാല് പൊക്കി വയ്ക്കണം, കാലിന് വേദനയൊക്കെയാണ്. പിന്നെ ഫാൻ വേണം. അപ്പോൾ ഇവർ ടോയ്ലറ്റിൽ പോണതുകൊണ്ട് സ്മെല്ലും ഉണ്ട്, കൊതുവുണ്ട് പറഞ്ഞുകൊണ്ട് ഞാനൊരു ചിട്ടി പിടിച്ചപ്പം ആ ചിട്ടിക്ക് ജാമ്യം നിന്നിട്ട് അവസാനം ഒപ്പിടാൻ വന്നില്ല. രണ്ടാമത് എനിക്കൊരു കേസുണ്ടായിരുന്നു, എനിക്ക് സാക്ഷി അവളായിരുന്നു, വന്നില്ല. ഇത്രയും ദുരോഗം ചെയ്തൊരു മകളുമായിട്ട് ഇനി എൻ്റെ മരണം വരെ ഒരു ഒത്തുതീർപ്പില്ല. ആ കൊച്ചിൻ്റെ അടുത്ത് യാതൊരു കാര്യത്തിനും വെള്ളം കുടിക്കാൻ പോലും പോകത്തുമില്ല. ആ കുട്ടിയായിട്ട് ഇനി ഒരു ഗുണവും ദോഷവും എനിക്കില്ല. ഞാൻ അതിനെ വിളിക്കത്തുമില്ല. അതിൻ്റെ സുഖത്തിനും ദുഃഖത്തിനും അത് സന്തോഷമായിട്ടിരിക്കട്ടെ. എൻ്റെ 2 മക്കളും അവരെ കുഞ്ഞുങ്ങളും സന്തോഷമായിട്ടിരിക്കണമെന്നുള്ള പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. അവർക്കൊരു വേദന വന്നത് എൻ്റെയും വേദനയാണ്. ആ കുട്ടിയുടെ അറിവില്ലായ്മ കൊണ്ടാണ് എന്നെ ഇത്രയും ദ്രോഹിച്ചെന്ന് മനസ്സിലാക്കുന്നത് ഞാൻ. ഒരു സാക്ഷി ഉണ്ടായിരുന്നു, സാക്ഷിക്ക് നിന്നില്ല. അത് ഈ മാസം 27-ാം തീയതി വെച്ച് ഈ മാസം അവൾ വരില്ല. ഈ വക്കീലിനെ വെച്ചിട്ട് ഒന്നി വേറെ ആളിനെ ഉണ്ടാക്കണം, അതല്ലെങ്കിൽ അതെന്താണെന്ന് ചോദിക്കണം. രണ്ടാമത് ചിട്ടി പിടിച്ചില്ല, ഇട്ടെടുത്ത് തരാൻ പറഞ്ഞു. പെട്ടെന്നാണെങ്കിൽ എനിക്ക് 70,000 രൂപ കിട്ടിയാൽ അത്യാവശ്യമല്ലേ, 1,00,000 രൂപ 30,000 രൂപ അധികം അടച്ചാലും വേണ്ടില്ല. അപ്പോൾ ബാങ്കുകാർ ആ പൈസ തരൂല. ഒരാളിൻ്റെ ഒപ്പില്ലെന്നും പറഞ്ഞ് തരത്തില്ല. 3 ആൾ ജാമ്യം കൊടുത്ത് ഞാൻ ലാസ്റ്റ് ഒപ്പിടാൻ വേണ്ടി ഒരാൾ വന്നില്ലെന്നേ ഉള്ളൂ. എനിക്കവർക്ക് ഈ പൈസ തരാമായിരുന്നു, പക്ഷെ തന്നില്ല. എൻ്റെ പൈസയും വാങ്ങിച്ചുകൊണ്ട് 4,000 ചിട്ടിക്കും കൊടുത്ത് ഞാൻ ഈ സാക്ഷിക്കാർക്കും ഞാൻ പൈസ കൊടുത്തു. 6,000 രൂപ എനിക്ക് ചിലവായി. അപ്പോഴേ ഇത് പൈസ ആദ്യത്തെ ചിട്ടി എനിക്ക് കിട്ടിയെങ്കിലേ എനിക്കതൊരു ഉപകാരപ്പെടുമായിരുന്നു. അവരത് ഇട്ടെടുത്ത് തരാമെന്നും പറഞ്ഞു. പക്ഷേ എല്ലാം ചെയ്ത് കൊടുത്ത് അവസാനം ഇവൾ ഒപ്പിടാൻ വരാത്തതുകൊണ്ട് അവർ പറഞ്ഞ് എനിക്കവർ പൈസയൊന്നും തന്നില്ല. എൻ്റെ പൈസ അവരങ്ങോട്ട് മേടിച്ചിട്ടേ ഉള്ളൂ. 1 വർഷം ആകുമ്പോൾ ഞാൻ പൈസ മേടിച്ചില്ലെങ്കിലും ഞാൻ തുള്ളിക്കൊണ്ട് 1,00,000 രൂപ അടയ്ക്കും, എൻ്റെ പേര് കേസ് വരുമെന്നും എൻ്റെ പേര് കേസ് കൊടുക്കുമെന്നും ഒക്കെ ഈ വെള്ളാറോട്ടത്ത് കാറ്റാട്ട് വീട്ടിലെ മാനേജർ പറഞ്ഞു. പക്ഷേ എൻ്റെ മോൾ ജീവിതത്തിൽ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നെ ഒരുപാട് മനപ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒന്നും കണക്കാക്കാതെ കഷ്ടപ്പെട്ട് 8,00,000 രൂപയിലാക്കി വെച്ച വീടും ബാത്റൂമും എല്ലാം ഉള്ളതാണ്. അതിനകത്ത് ടോയ്ലറ്റ് വെച്ചിട്ടുള്ള ഒരു ടോയ്ലറ്റ് സംവിധാനവും വെച്ച്
ഞാൻ വിൽപ്പത്രവും വെച്ച് കൊടുത്ത് അവൾക്ക് മരിക്കുന്നവരെ അവൾക്കും അവളെ കൊച്ചുങ്ങൾക്കും കിടക്കാനും അവർക്ക് സ്വന്തമായിട്ട് ഞാൻ കൊടുത്തതൊന്നും ഞാൻ തിരിച്ചെടുക്കില്ല, ഒരിക്കലും ഇല്ല. മേലെ ഒരു റൂമും ഒരു ബാത്റൂമും വെച്ച് വാർത്തിട്ടിരുന്നു. ഇപ്പം അവിടെ ടൈലും ഇട്ട്. ഈ ടൈലിൻ്റെ പണി അവിടെയും കുറേ പണിയുണ്ട്. സിറ്റ് ഔട്ട് കെട്ടിയിട്ടുണ്ട്. അതൊക്കെ എടുക്കാൻ വേണ്ടി ചുറ്റി കിട്ടിയെങ്കിലേ ഒക്കെയുള്ളൂ അവിടെ കറിലിടാനും ഒക്കെ. മറ്റേ മോനിക്കെല്ലാ പണിയും കഴിഞ്ഞ് വയറിങ്ങും ചെയ്ത് കറണ്ടിനും പൈസ കൊടുത്ത്. ഇനി അവർക്ക് ടൈലിടാനേ ഉള്ളൂ. അതവർ ടൈലിടാൻ എടുക്കേണ്ടത് ചെയ്യട്ടെ. എന്നെ കൊണ്ട് ഇനി അത്രയും ചെയ്തത് തന്നെ അമ്മൻ പറഞ്ഞ എല്ലാ പണിയും അതിൻ്റെ അധികവും ഞാൻ ചെയ്തു കൊടുത്തു. ഇനി മേടിച്ചാലും മോന് പണി ചെയ്ത് കൊടുക്കുമെന്നും പറഞ്ഞാണ് എനിക്ക് ആമീൻ നിൽക്കാൻ വരാത്ത. അപ്പം എല്ലാവർക്കും ബാങ്കുകാർ വിചാരിക്കണം, ഒരാൾ വന്നില്ലെങ്കിൽ അവർക്ക് കാശ് കൊടുക്കാം. ഒരാൾ ഒപ്പിട്ടല്ല, ഇനി ഒരു ഒപ്പിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ അതിന് പരിഹാരം കാണാം, അല്ലെങ്കിൽ അത് ക്യാൻസലാക്കിയിട്ട് ഒന്നേന്ന് ഞാൻ കെട്ടാം. അപ്പോഴും പറഞ്ഞ് എനിക്ക് പണം തരാതെ എൻ്റെ പണവും മേടിച്ചിട്ട് എൻ്റെ പേര് കേസ് കൊടുക്കുമെന്ന് പിള്ളേർക്കൊക്കെ മാനേജർ പറഞ്ഞ വോയിസ് റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇത്രയും മനപ്രയാസത്തിലാണ്. പക്ഷേ ഞാൻ ആരടുത്തും ഈ വേദന പറഞ്ഞില്ല. അതിനേക്കാൾ വേദന നമ്മളെ രാജ്യം നിന്ന് കത്തുമ്പോൾ നമ്മൾ വെളിയിൽ പോയ എല്ലാ മലയാളികളും ജീവിക്കുന്നത് ഗൾഫ് രാഷ്ട്രം കൊണ്ടാണ്. അവിടെയൊക്കെ ബോംബ് വർഷിച്ച് ഒരു അമേരിക്ക എന്ന് പറഞ്ഞ വേട്ടാവളിയും പന്നേനും ഇസ്രായേൽ എന്ന് പറഞ്ഞ ബിന്യാമിൻ ഹറാം പറഞ്ഞവനും കൂടി അവിടെയൊക്കെ ബോംബിട്ടു. ഒരു സ്ത്രീ ഇടന്ന് ഒരു മുസ്ലിമായ ഒരു ഇറാൻ്റെ ഭരണാധികാരി സെയ്ദ് അലി ഖാൻ എന്ന് പറഞ്ഞാൽ നല്ല ഒരു മനുഷ്യൻ, അള്ളാഹു എന്തൊരു ഇസ്ലാമിയത്തുള്ള ഒരു മനുഷ്യനാണ് റബ്ബേ. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് മരിച്ചതിന് ഒരു ക്രിസ്ത്യാനി ലേഡി കിടന്ന് ഭയങ്കരമായ ഡാൻസും പാട്ടും അനാവശ്യം വിളിയുമൊക്കെ. അവൾ പടച്ചോൻ വലിയവനാണെങ്കിൽ അവൾക്ക് അനാരോഗ്യം വന്ന് അവൾ കിടപ്പിലാവും, അത് യാതൊരു സംശയവും വേണ്ട. ഞാൻ 16 വർഷം കൊണ്ട് തിന്നിട്ട് ഒരു കാലെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വേദനയിലാണ്. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഈ ചീട്ടിക്ക് ഒപ്പിടാൻ വന്നില്ല. ആ കേസിന് പോലും അവൾ വന്നില്ല. അവളെ കേസിനും അവളെ കാര്യത്തിനും അവൾക്ക് 100,000 കേസ് അവർക്കുണ്ടായിരുന്നു. അതിന് മൊത്തം ജാമ്യം എടുക്കാനും ഒക്കെ ഞാൻ തന്നെ പോയത്. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു.